ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വാലയിൽ പ്രിയപ്പെട്ട ലീലാമ്മ മാത്യുവിൻ്റെ ഭവനത്തിലാണ്. റിട്ടയർഡ് അധ്യാപികയായ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ അധ്യാപക ജീവിതത്തിലെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ടീച്ചറെ, ഉണർവ് 2025 സ്വാഗതം. ടീച്ചറിൻ്റെ ബാല്യകാലങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഏത് വർഷമായിരുന്നു ജനിച്ചത്? എവിടെയായിരുന്നു? അവിടുത്തെ വീട്ടുപേര്, അവിടുത്തെ അപ്പൻ്റെ അമ്മയുടെ പേര് ഒന്ന് പറയാമോ? എൻ്റെ വീട് കൂത്താട്ടോളം അടുത്ത് പുതുവേലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ എൻ്റെ ഫാദർ KC മാത്യു കുറ്റിപ്പാലക്കൽ, അമ്മ ഏലിയാമ്മ മയിലാടുംകുന്നായിരുന്നു. സഹോദരങ്ങളൊക്കെ? എനിക്ക് 3 സഹോദരന്മാരും 4 സഹോദരിമാരും ഉണ്ട്. അവരിൽ 2 പേരും, ഒരു സഹോദരനും ഒരു സഹോദരിയും മരിച്ചു. ബാക്കി എല്ലാവരും ഇവിടെ അടുത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ കിഴക്കമ്പലത്തിന് അടുത്തുണ്ട്, വാക്കാട്. അവിടെ നമുക്ക് ഈ പ്രദേശത്തോട് ടീച്ചറിന്റെ വിദ്യാഭ്യാസം ഒന്ന് പറയാമോ? കാലഘട്ടങ്ങളൊക്കെ പ്രൈമറി ക്ലാസ്സിൽ പുതുവേലി സ്കൂളിൽ തന്നെ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ ആലുവ ക്രൈസ്തവ മഹിളാലയത്തിൽ പഠിച്ചു. 1955 SSLC പാസ്. അതിനുശേഷം 1 വർഷത്തെ TTC പള്ളുരുത്തി അവർ ലേഡീസിലായിരുന്നു. ആ വർഷം തന്നെ വടകര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ ജോലിക്ക് കയറി. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്തു. 57 ഗവൺമെന്റ് സ്കൂളിൽ കിട്ടി. രാമപുരം അടുത്ത് ഒരു സ്കൂളിലാണ് ആദ്യം. അത് കഴിഞ്ഞ് പുതുവേലി സ്കൂളിലേക്ക് തന്നെ മാറ്റം കിട്ടി. നമ്മൾ അന്നൊക്കെ ഗവൺമെന്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ PSC തന്നെയായിരുന്നു. PSC കോട്ടയത്ത് വെച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി. ആണല്ലേ? ടീച്ചറിന്റെ വിവാഹം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആരുമായിട്ടുള്ള വിവാഹമായിരുന്നു? എങ്ങോട്ടേക്കാണ് കല്യാണം കഴിച്ചു പോകുന്നത്? ഏത് വർഷമായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാവോ? 1960 ഞാൻ പുതുവേലി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. കിഴക്കമ്പലത്ത് വാലയിൽ KV വർഗീസ് ആയിരുന്നു ഭർത്താവ്. അത് വടവോട് സ്കൂളിലെ രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. സാറ് അതിനുശേഷം പിന്നെ റിട്ടയർഡ് ഒക്കെ ആയത് എവിടെ നിന്നായിരുന്നു സാറ്? അവിടെ വടവോട്ടിൽ നിന്ന് പട്ടിമറ്റം മാർ കൊറിയലോസിലെ ഹെഡ്മാസ്റ്ററായിട്ട് 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് 1989 റിട്ടയർ ചെയ്തു. നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളെന്ന് പറയാമോ? എത്ര മക്കളാണ്? 3 മക്കളാണ്. മൂത്ത മകൻ തിരുവനന്തപുരത്ത് ISROയിൽ ജോലി. മകന്റെ ഭാര്യ ഓണക്കൂറില് ആണ് വീട്. പുള്ളിക്കാരത്തി സൈക്കോളജിസ്റ്റ് ആണ്. തിരുവനന്തപുരത്താണ് 2 പേരും. അവർക്ക് എത്ര മക്കളാണ്? അവർക്ക് 2 മക്കൾ. മൂത്ത മകള് ISROയിൽ തന്നെ ജോലി. അവർക്ക് 2 കുട്ടികളുണ്ട്. മകൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞില്ല. രണ്ടാമത്തത് മകളാണ്. പട്ടിമറ്റം മാർ കൊറിയലോസിലെ ടീച്ചറായിരുന്നു. ഇവിടെ അടുത്ത് ഈ ഇടവകയിൽപ്പെട്ട കൂടായത്ത് രാജനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കൂടായത്ത് അച്ഛന്റെ മകൻ. രാജൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. ആ മകനും ഇപ്പൊ കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. മകന്റെ ഭാര്യ അവിടെ തന്നെ ജോലിയാണ്. ഇളയ മകൻ ഡെന്റിസ്റ്റാണ്. കരിമോളില് വാലയിൽ ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടറിന്റെ പേര് മാത്യു V വർഗീസ്. ഡോക്ടറിന്റെ കുടുംബം? ഡോക്ടർ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലുവയിലെ വലിയ തിരുമേനിയുടെ കുടുംബമാണ്. നെടുമ്പാശ്ശേരി നായത്തോട് കുറ്റിക്കാട്ട്. മകളുടെ പേര് വിനീത. എത്ര മക്കളാണ്? അവർക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി BDSന് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് എഞ്ചിനീയറിംഗിന് പഠിക്കും. പുതുവേലി സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണ ആലോചന കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി തുടർന്ന് ഉള്ള പഠിപ്പിച്ച സ്കൂളുകൾ ഏതൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? പുതുവേലി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കല്യാണമായിരുന്നു. അത് കോട്ടയം ജില്ലയാണ്. അത് കഴിഞ്ഞ് എനിക്ക് എറണാകുളം ജില്ലയിലേക്ക് മാറ്റത്തിന് അപേക്ഷിച്ചു. വടവോട് ഗവൺമെന്റ് സ്കൂളിലേക്ക് ജോലി കിട്ടി. സാറും അവിടെ തന്നെയായിരുന്നു? അത്
രാജർഷി മെമ്മോറിയൽ സ്കൂൾ, അത് മാനേജ്മെന്റാ. ഓക്കെ, അപ്പുറത്ത് LP സ്കൂളില്, LP സ്കൂൾ വടവോട് LP സ്കൂളിലേക്ക് മാറി. അവിടെ ഒരു വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കമ്പലം LP സ്കൂളിലേക്ക് മാറ്റം കിട്ടി. കിഴക്കമ്പലത്ത് ആ വർഷം തന്നെ ഡിവിഷൻ പോയപ്പോൾ എനിക്ക് എടത്തല ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകേണ്ടി വന്നു. 3 വർഷം അവിടെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കിഴക്കമ്പലം സ്വർണ്ണത്ത് സ്കൂള് ഗവൺമെന്റിലേക്ക് സറണ്ടർ ചെയ്തപ്പോൾ അവിടെ ആദ്യമായിട്ട് ട്രാൻസ്ഫർ ആയി വന്നത്, ഗവൺമെന്റിൽ നിന്ന് വന്നത് ഞാനാണ്. മാനേജ്മെന്റ് സ്കൂളും സ്റ്റാഫും എല്ലാം ഗവൺമെന്റിലേക്ക് ഏറ്റെടുത്തു. അവിടെ സ്വർണ്ണത്ത് സ്കൂളിൽ വെച്ചാണോ നമ്മുടെ റിട്ടയർമെന്റ്? അല്ല, അവിടെ 10 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഗവൺമെന്റ് LPയിലേക്ക് തന്നെ മാറി. അവിടെ ഇരിക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടി HM ആയിട്ട്. മലയടംതുരുത്ത് ഗവൺമെന്റ് സ്കൂളിലാണ് ആദ്യം HM ആയിട്ട് 2 വർഷം ഇരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഗവൺമെന്റ് LPയിലേക്ക് തന്നെ മാറ്റം കിട്ടി. അവിടെ 2 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്തു. 1994 മാർച്ചിൽ റിട്ടയർ ചെയ്തു. എത്ര വർഷമുണ്ട് മൊത്തത്തിൽ? 36 വർഷത്തെ അധ്യാപക ജീവിതമായിരുന്നു. 19ാമത്തെ വയസ്സിൽ ഗവൺമെന്റ് സ്കൂളിൽ കിട്ടിയതാണ്. 19 തികയണതിന് മുമ്പ് കിട്ടിയതാണ്. നമുക്ക് ഒരു അധ്യാപികയായിട്ട് ഒരു ക്ലാസ്സിൽ ചെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണോ അതോ ഒരു പ്രധാന അധ്യാപികയായിട്ട് ആ സ്കൂളിലെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഏതായിരുന്നു എളുപ്പമായിട്ട് തോന്നിയത്? അധ്യാപികയായിട്ട് പഠിപ്പിക്കുന്നതാണ് കുറച്ചുകൂടെ മാനസികമായിട്ടും സന്തോഷം കിട്ടുന്നത്. മറ്റത് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ട്. HM ആയിരിക്കെ തന്നെ പഠിപ്പിക്കാനും പോയിട്ടുണ്ടോ അതോ HM ആയി തന്നെ മാത്രം? ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കലുമുണ്ട്. ടീച്ചർക്ക് ഇത്ര വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഏതായിരുന്നു? പഠിപ്പിക്കാൻ നമുക്കൊരു കോൺഫിഡൻസും നമുക്കൊരു സന്തോഷമൊക്കെ തരുന്ന ഒരു വിഷയം? മലയാളമായിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം പ്രൈമറി സ്കൂളുകളാകുമ്പോൾ എല്ലാ വിഷയങ്ങളും എടുത്തു പോകണമല്ലോ. അതിൽ മലയാളമായിരുന്നു നമുക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നത്. സ്ട്രിക്റ്റ് ആയിരുന്നു അതോ പിള്ളേരൊക്കെ ആയിട്ട്? ഒരുവിധം സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ വേണം, അധികം ഇല്ല. അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പഠിപ്പിച്ച് വിട്ട കുഞ്ഞുങ്ങള് ഇപ്പൊ മുതിർന്നവരായി, അവരാരെങ്കിലും ഒക്കെ കാണുമോ? തിരിച്ചറിയാറൊക്കെ ഉണ്ടോ? പലരെയും കാണാറുണ്ട്. ടീച്ചർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാറുണ്ടോ? ഇല്ല, അവരിങ്ങോട്ട് വരും. അവരുടെ പേരുമിറ്റൊക്കെ അങ്ങ് മറന്നു. ആളെ കാണുമ്പോ ഒരു ചെറിയ ചായ ഉള്ളതുകൊണ്ട് കണ്ടു മനസ്സിലാവും. ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട്. പലരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ, ടീച്ചർ എന്നെ ഓർക്കണ്ടോ, ഞാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. നമുക്ക് ഈ ഒരു ഫീൽഡിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അത് തന്നെ. നമ്മള് പഠിപ്പിച്ച് വിട്ട പല സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പിള്ളേരെ കാണുക, യാദൃച്ഛ്യമായിട്ട് കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 36 വർഷത്തെ അധ്യാപക ജീവിതത്തില് നമുക്ക് നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ മനസ്സിന് ഇപ്പോഴും സന്തോഷം നൽകുന്ന, അത് ഓർത്തെടുക്കുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയത് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ? അധ്യാപക ജീവിതത്തിൽ വന്നതിന് മുമ്പ് ചെറുപ്പത്തില് സൺഡേ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അസോസിയേഷന്റെ സമ്മാനം കിട്ടി. അത് ആലുവയില് തൃക്കുന്നത്ത് സെമിനാരിയില് വെച്ച് ആലുവയിലെ വലിയ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ആ സമ്മാനം വാങ്ങിച്ചു. അതൊരു വലിയ സന്തോഷവും. ഇപ്പോഴും ആ സാധനം എന്റെ ഒരു കന്യാമറിയാമിന്റെ ഒരു ഫോട്ടോയാണത്. എന്റെ സഹോദരങ്ങൾ അത് വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊരു വിശുദ്ധ തിരുമേനിയിൽ നിന്ന് അത് ലഭിക്കുമ്പോ എനിക്ക് അതിന്റെ വില അറിയാൻ പാടില്ലായിരുന്നു. വലുതായപ്പോഴാണ് ഇന്നിപ്പോ അത് അമൂല്യമാണത്. മറ്റു നേട്ടങ്ങള് പിന്നെ ഞാൻ മഹിളാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോതമംഗലം ചെറിയ പള്ളിയിൽ നിന്ന് യാക്കോബായ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളിന് ഒരു മെഡൽ കൊടുക്കാറുണ്ട്. അത് എനിക്ക് 1955 പരീക്ഷ കഴിഞ്ഞ് 56 ആനിവേഴ്സറി ദിവസമാണ് അത് തരുന്നത്. അന്ന് സ്കൂളുകാരെ അറിയിച്ച് ഞാൻ അവിടെ ചെന്ന് അത് വാങ്ങിച്ചു. പിന്നെ തുടർന്ന് അധ്യാപക ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയ കുട്ടികളെല്ലാം പലരും വിളിക്കാറുണ്ട്. ചിലരൊക്കെ ഇവിടെ വന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ചു പോകാറുണ്ട്. ഒരു കുട്ടി എൻ്റെ വിവരം ആകാശവാണിയിൽ അറിയിച്ച് അവരവിടെ നിന്ന് വിളിച്ചു. എന്നെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ ചോദിച്ച് അങ്ങനെ ഒരു അഭിമുഖം നടന്നിട്ടുണ്ട്. അത് ഏത് സ്കൂളിൽ ഞാൻ റിട്ടയർ ചെയ്തതിൽ പിന്നെ ആ കുട്ടി സ്വർണ്ണത്ത് സ്കൂളിൽ വെച്ച് പഠിപ്പിച്ച 5ലും 6ലും ഒക്കെ പഠിപ്പിച്ച കുട്ടിയാണ്. ആ കുട്ടി എന്റെ പേര് അവിടെ കൊടുത്ത് എന്റെ നമ്പർ കൊടുത്തിട്ട് അവരെന്നെ വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി പോകുന്നു. അതൊക്കെ ഒരു എന്താ പറയാ, നമുക്ക്
ഈ ഒരു ജീവിത മേഖലയിൽ സന്തോഷം നൽകുന്ന ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഇവിടെ എല്ലാവരും അത് മറ്റുള്ളവരെ അറിയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു നാണക്കേടല്ലേ ഇങ്ങനെ പറയും. അതല്ല, ഞങ്ങൾക്കൊരു നേട്ടമാണത് തീർച്ചയായിട്ടും എന്ന് പിള്ളേരെല്ലാം പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫോണിൽ ആ റെക്കോർഡ് ചെയ്ത സാധനം അയച്ചു കൊടുത്തു എല്ലാവർക്കും. അത് കേട്ടിട്ട് ഇവിടെ വൈസ്മാൻ ക്ലബ്ബുകാരൊക്കെ എന്നെ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതത്തില് മറക്കാനാകാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, അത് സന്തോഷമായാലും സങ്കടമായാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ ഓർത്തെടുക്കുമ്പോൾ അത് ഒരു സങ്കടമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എൻ്റെ ഒരു അനിയത്തി എന്നേക്കാൾ 15 വയസ്സ് താഴെയുള്ളയാണ്. എൻ്റെ കല്യാണത്തിന് തോഴ്മ ആയിട്ട് നിന്ന കുട്ടിയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ അന്ന്. അവള് മരിച്ചുപോയത് ഒരു വലിയ വിഷമമുള്ള കാര്യം. പെട്ടെന്ന് മരിക്കുകയില്ല. സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തില് സന്തോഷം, മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു, എല്ലാവരും ജോലിയിലായി എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതിനെല്ലാം അനുഗ്രഹിച്ചു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിപ്പിച്ചു വിട്ട കുഞ്ഞുങ്ങള് നല്ല നിലയിലാകുന്നു, അവരിങ്ങനെ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, അവര് കാണുന്നു, അതും ഒരു സന്തോഷമാണ് ജീവിതത്തിൽ. ഇനി നമ്മള് കുടുംബം ഒരുമിച്ചുള്ള യാത്രകൾ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇപ്പോ കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും? കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം എൻ്റെ കുടുംബത്തിലെ എല്ലാ മക്കളും എല്ലാവരും കൂടെ കൂടി കുമരകം, അങ്ങനെ വണ്ടമ്മേട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറുമായി അങ്ങനെ ഒരു യാത്രയായി. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ, ഭക്ഷണം എല്ലാം ഒന്നിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ വെച്ച് കഴിച്ച് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടാറുണ്ട്. ടീച്ചറും സാറും ഒരുമിച്ച് കല്യാണത്തിന് ശേഷം ആയിട്ട് എവിടെയെങ്കിലൊക്കെ കുടുംബത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ബോട്ട് യാത്രയ്ക്കും അല്ലാതെ പോയിട്ടുണ്ട്. 87 വയസ്സിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. 36 വർഷത്തെ ഒരു അധ്യാപക ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തില് ഇന്നത്തെ യുവതലമുറയോട് നമുക്ക് എന്താണ് അവരോടൊരു ഉപദേശം നമുക്ക് കൊടുക്കാനുള്ളത്? മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. പുതിയ തലമുറ കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മാതാപിതാക്കൾ പറയുന്നത് വെറും നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അവരുടെ പറയുന്ന വാക്കുകളിൽ ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ വളരെ നല്ലതാണ്. അപ്പൊ ടീച്ചർക്ക് യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉപദേശം അത് തന്നെയാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് അനുസരിച്ച് പോവുക, ജീവിക്കുക എന്നുള്ളത്. ഓക്കെ, ഉണർവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. പാട്ടോ കവിതയോ ഏതായാലും കുഴപ്പമില്ല. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂനിതാ പറന്നമ്മേ തെറ്റിനിന കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യ എനിക്കു പറക്കാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മഴ കൊല്ലേ എന്നോമലുണ്ണി. ഈ മനോഹരമായ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട് ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.